ഗാസയുടെ മണ്ണിൽ ഓരോ പുലരിയും ഉണരുന്നത് ഭയത്തിന്റെയും അനിശ്ചിതത്വത്തിന്റെയും കനത്ത ഭാരവുമായാണ്. വെടിയൊച്ചകളും ബോംബ് സ്ഫോടനങ്ങളും മുഴങ്ങുന്ന ആ തെരുവുകളിൽ നിന്ന് കുട്ടികളുടെ ചിരി മാഞ്ഞു പോയിരിക്കുന്നു. പകരം അവിടെ ബാക്കിയാവുന്നത് പൊള്ളിയടർന്ന സ്വപ്നങ്ങളും ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ തേങ്ങലുകളുമാണ്. സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് വിശപ്പും ദാഹവും സഹിച്ച് ജീവൻ നിലനിർത്താൻ മാത്രം ഓടി നടക്കുന്ന ഒരു ജനതയുടെ വേദനയാണ് ഇന്ന് ഗാസ. അവർക്ക് രക്ഷപ്പെടാൻ വഴികളില്ല, ഒളിക്കാൻ ഇടങ്ങളുമില്ല. ഓരോ നിമിഷവും മരണം അവരുടെ തൊട്ടടുത്ത് പതിയിരിക്കുന്നു. ഈ ദുരിതം അനുഭവിക്കുന്ന ഗാസയിലെ സാധാരണ ജനതയുടെ കഥ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിന്റെ വേദനകളിൽ കഴിയുന്ന ഇസ്രയേലിന്റെ കുടുംബങ്ങളുടെ കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ 22 മാസങ്ങളായി തടവറയിൽ കഴിയുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ കൊതിച്ച് അവരുടെ കുടുംബങ്ങൾ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. ഓരോ വാർത്തക്കുറിപ്പിലും ഓരോ സൈനിക നീക്കത്തിലും അവരുടെ നെഞ്ചിടിപ്പ് കൂടുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ അപകടത്തിലാണെന്ന് അവർ ഭയപ്പെടുന്നു. ഈ യുദ്ധം അവസാനിപ്പിച്ച് അവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി അവർ തെരുവിലിറങ്ങി കണ്ണീരോടെ യാചിക്കുകയാണ്. ഇത് രണ്ട് ജനതയുടെ കഥയാണ്. ഒരാൾ അതിജീവനത്തിനായി പോരാടുമ്പോൾ മറ്റേയാൾ തന്റെ പ്രിയപ്പെട്ടവരുടെ മോചനത്തിനായി യാചിക്കുന്നു. ഇത് ആയുധങ്ങൾ കൊണ്ട് നേടാനാവാത്ത സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു വിങ്ങലാണ്. ഒരു ജനതയുടെ മുഴുവൻ ഹൃദയവേദന ആ നീണ്ട യുദ്ധം ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കുന്നു. ഗാസയിലെ മനുഷ്യരുടെ ജീവനും കണ്ണീരും അപകടത്തിലാകുമ്പോൾ ഇസ്രായേൽ സർക്കാർ ഇപ്പോഴും യുദ്ധത്തിന്റെ തീയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രദേശത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള മേഖലകളിൽ സൈനിക ആക്രമണം ശക്തമാക്കാനുള്ള പദ്ധതികൾ നെതന്യാഹു ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹമാസിനെ തകർക്കുക എന്ന പേരിൽ മുന്നോട്ട് പോകുന്ന ഈ ആക്രമണങ്ങളിൽ ഇരകളാകുന്നത് യഥാർത്ഥത്തിൽ സാധാരണ ജനങ്ങളുമാണ്. 22 മാസമായി തുടരുന്ന യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് നിരപരാധികളായ ഒരുപാട് മനുഷ്യരുമാണ്. കൂടാതെ ഈ സാധാരണക്കാരിൽ ചിലരെ ബന്ദികളാക്കിയിട്ടുമുണ്ട്. ഈ മനുഷ്യർക്ക് വേണ്ടിയാണ് അവരുടെ കുടുംബങ്ങൾ രാജ്യവ്യാപക സമരം ആരംഭിച്ചതും. യുദ്ധം അവസാനിപ്പിച്ച് ജീവൻ രക്ഷിക്കുക എന്ന് ആവശ്യപ്പെടുമ്പോഴും സർക്കാരിന്റെ ശ്രദ്ധ രാഷ്ട്രീയ ലാഭത്തിനായുള്ള യുദ്ധത്തിന്റെ തുടർച്ചയിലാണ്. ബന്ദികളുടെ മോചനത്തിന് മുൻഗണന നൽകണമെന്ന ആവശ്യവുമായി മുൻ സൈനിക ഇന്റലിജൻസ് മേധാവികൾ പോലും മുന്നോട്ട് വന്നിട്ടും നെതന്യാഹു ഭരണകൂടം അവരുടെ ശബ്ദം അവഗണിക്കുന്നു എന്നതും വേദനാജനകമാണ്.